ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പൌരകേന്ദ്രീകൃത ഭരണത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഉറപ്പാക്കുന്നതാണ് 2025 വ്യക്തിഗത ഡിജിറ്റൽ വിവര സംരക്ഷണ കരട് ചട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വളർച്ച ഉറപ്പാക്കുന്നതിനൊപ്പം പൌരന്മാരുടെ ഡിജിറ്റൽ വ്യക്തിഗത ഡാറ്റ സംരക്ഷിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ തെളിവാണ് കരട് നിയമങ്ങളെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പും 8-ന് വോട്ടെണ്ണലും നടക്കും. 70 അംഗ നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിലാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചെന്ന ആരോപണങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നിഷേധിച്ചു. വോട്ടിംഗ് യന്ത്രങ്ങൾ പിഴവുകളില്ലാത്ത ഉപകരണങ്ങളാണെന്നും വോട്ടർമാരുടെ കണക്കുകൾ മാറ്റുക അസാധ്യമാണെന്നും അദ്ദേഹം ആവർത്തിച്ചു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിയമസഭാ മന്ദിരത്തിൽ ഈ മാസം 13 വരെ നടക്കുന്ന മേളയിൽ 150-ലധികം ദേശീയ അന്തർദേശീയ പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ ടൊവിനോ തോമസ് മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് 2 സ്കൂളുകളെ വിലക്കിയ നടപടി പുനഃപരിശോധിക്കുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. വിദ്യാർത്ഥികളുടെ അവസരം നിഷേധിക്കില്ലെന്നും കൂടിയാലോചനകൾക്ക് ശേഷം വിലക്ക് നീക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. HMV വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത് പുതുതായി കണ്ടെത്തിയ വൈറസ് അല്ലെന്നും രാജ്യത്ത് ആദ്യമായി HMPV റിപ്പോർട്ട് ചെയ്തെന്ന വിധത്തിലുള്ള മാധ്യമ വാർത്തകൾ തെറ്റാണെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി. സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. ഇന്ന് നട തുറന്നതു മുതൽ വൈകുന്നേരം 6 വരെ ദർശനം നടത്തിയത് 65,206 പേർ. തിരുവാഭരണ ഘോഷയാത്ര 12-ന് ഉച്ചയ്ക്ക് പന്തളത്ത് നിന്ന് പുറപ്പെടും. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നാളെ മുതൽ ഈ മാസം 15 വരെ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗുകളുടെ എണ്ണം ദിനംപ്രതി 5000-ആയി നിജപ്പെടുത്തി. തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. പുതുവത്സര വിപണിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 1300-ലേറെ പ്രത്യേക പരിശോധനകൾ നടത്തിയതായി മന്ത്രി വീണ ജോർജ്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ 2800 പരിശോധനകൾ കൂടാതെയാണ് ഇത്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 21 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചതായും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരത്ത് വഴയില പഴകുറ്റി 4-വരിപ്പാതയുടെ 2ാം റീച്ചിനായി കെൽട്രോൺ ജംഗ്ഷൻ മുതൽ വാളിക്കോട് വരെ ഭൂമി വിട്ടു നൽകുന്നവർക്കുള്ള നഷ്ടപരിഹാര തുകയായ 284 കോടി രൂപ മന്ത്രി GR അനിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് കൈമാറി. 312 കുടുംബങ്ങളിൽ നിന്നായി 11.9 ഏക്കർ ഭൂമിയാണ് ഈ റീച്ചിൽ ഏറ്റെടുക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ്, നെടുമ്പാല HML എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കാനുള്ള തീരുമാനവുമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ദുരന്ത നിവാരണ നിയമം 2005 പ്രകാരമാണ് ഭൂമി ഏറ്റെടുക്കുക. ടൌൺഷിപ്പ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ജനുവരി 20 മുതൽ ഫെബ്രുവരി 22 വരെ നീളുന്ന അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിനുള്ള രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. വനം വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ 3 ഘട്ടങ്ങളിലായാണ് ഇക്കുറി ബുക്കിംഗ് ക്രമീകരിച്ചിട്ടുള്ളത്. എറണാകുളത്ത് ചികിത്സയിൽ കഴിയുന്ന ഉമ തോമസ് MLAയെ സന്ദർശിച്ച് മന്ത്രി വീണ ജോർജ്. MLAയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ മന്ത്രിയെ അറിയിച്ചു. വിദഗ്ധ ഡോക്ടർമാരും ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡും ചർച്ച ചെയ്താണ് ചികിത്സ ഏകോപിപ്പിക്കുന്നത്. നേപ്പാൾ ടിബറ്റൻ അതിർത്തിയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 126-ആയി. 188 പേർക്ക് പരിക്കേറ്റു. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ദുരന്തത്തിൽ ഇന്ത്യ അനുശോചനം അറിയിച്ചു. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾ നാളെ ഒഡീഷയിൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 50 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യൻ പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. CBI വികസിപ്പിച്ച ഭാരത് പോൾ പോർട്ടൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. കുറ്റാന്വേഷണവും കുറ്റവാളികളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട റെഡ് നോട്ടീസുകളും മറ്റ് ഇന്റർപോൾ അറിയിപ്പുകളും ഉൾപ്പെടെ ഇന്റർപോൾ വഴിയുള്ള എല്ലാ അന്താരാഷ്ട്ര സഹായ അഭ്യർത്ഥനകളും ഭാരത് പോൾ പോർട്ടൽ കാര്യക്ഷമമാക്കും. വിവേചന ബുദ്ധിയോടെ ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകരുടെ പങ്ക് സുപ്രധാനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.
വരും തലമുറയുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായക സ്വാധീനമുള്ളതിനാൽ രാഷ്ട്രത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്തം അധ്യാപകർക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.